ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം കേട്ടോ. എല്ലാവർക്കും ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ. ഓക്കെ, അപ്പോൾ നമ്മളുടെ വർക്കിലോട്ട് കിടക്കുകയാണ്. ഇന്നത്തെ വർക്ക് എന്താണെന്നുള്ളത് ഉണ്ടാവില്ലേ. അപ്പോൾ വീഡിയോ എല്ലാവരും ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം കേട്ടോ. വീഡിയോയിൽ ഞാൻ എന്തൊക്കെയാണ് മെറ്റീരിയൽസാണ് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവുണ്ടെന്ന് വിചാരിക്കണം. ഓക്കെ, അപ്പോൾ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യാതെയാണ് കണ്ടുകൊണ്ടിരിക്കണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആ ലൈക്ക് ബട്ടണും കൂടി ക്ലിക്ക് ചെയ്യാം കേട്ടോ. ഗിയർ വയർ എത്രയാണോ നിങ്ങളുടെ അളവിന് വേണ്ടത് അതിനനുസരിച്ച് നിങ്ങൾ കട്ടാക്കി എടുക്കുക. ഡബിൾ ലെയർ ആയിട്ടാണ് കട്ടാക്കി എടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ ഇട്ട് കൊടുക്കുന്നത് വൈറ്റ് ഫ്ലവർ ബീഡാണ്, ഡബിൾ ഹോളിൻ്റെ കേട്ടോ. ഈ ഒരു ബീഡ്സ് നമ്മളെ കയ്യിൽ സ്റ്റോക്ക് ഔട്ടാണ്. ബാക്കി എല്ലാ ബീഡ്സുകളും നമ്മളെ കയ്യിൽ അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ ഞാൻ എങ്ങനെയാണോ ചെയ്യുന്നത് അതേ സെയിം മെത്തേഡോട് കൂടിയിട്ട് നിങ്ങൾ വീഡിയോയിൽ കാണുന്ന അതേ രീതിക്ക് തന്നെ നിങ്ങൾ ചെയ്യാം കേട്ടോ. പിന്നെ ഒരുപാട് ആളുകൾ നമ്മളുടെ ഫാമിലിയിലോട്ട് പുതുതായിട്ട് ജോയിൻ ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് കേട്ടോ. അവരോടൊക്കെ ഒത്തിരി താങ്ക്സ് ഉണ്ട്. കാരണം ഇതുവരെ ഒരുപാട് ആളുകൾ നമ്മളെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഏകദേശം 2000-ഓളം ആളുകൾ ആവാനായിട്ടുണ്ട് നമ്മളുടെ ഈ ഒരു കുഞ്ഞു ഫാമിലിയിൽ കേട്ടോ. അപ്പോൾ ഇനി ഇവിടുന്ന് അങ്ങോട്ടും നിങ്ങൾ സപ്പോർട്ട് സഹകരണം ഞാൻ പ്രതീക്ഷിക്കണം. നിങ്ങളെല്ലാവരും കൂടെ നിൽക്കുന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ മുമ്പോട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഒരുപാട് ആളുകൾ 95% ആളുകൾ നമ്മളെ കൂടെ നിന്ന് പ്രവർത്തിക്കുന്നവരാണ് കേട്ടോ. അപ്പോൾ അവരോടൊക്കെ എനിക്ക് ഒത്തിരി താങ്ക്സ് പറയാനുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങളോട് കൂടുതലായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് കേട്ടോ. കാരണം നമ്മളുടെ ഫസ്റ്റ് വീഡിയോസ് ഒന്നും കാണാത്ത വ്യക്തികളാണ് നമ്മളുടെ എന്താ പറയുക ഓരോ തെറ്റിദ്ധാരണകളുണ്ട്. അവരിപ്പോൾ പുതുതായിട്ട് വരുന്ന ആളുകളാണ്. അതുകൊണ്ടായിരിക്കാം അവർക്ക് അതിനെക്കുറിച്ച് യാതൊരു ഐഡിയ ഇല്ലാത്തത്. ചില ആളുകൾ പറയും നമുക്ക് എന്താ പറയുക അതൊന്നും ഒരു പണത്തിനെ കുറിച്ച് പറയുന്നതാണ് കേട്ടോ. കാരണം എനിക്ക് തോന്നുന്നത് ഞാനിപ്പോൾ തൊട്ട് മുമ്പ് ഗിവ് അവേയിൽ കൊടുത്ത് അത് വലിയ എമൗണ്ട് ഒന്നുമല്ല, നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ, വലിയ എമൗണ്ട് ഒന്നുമല്ല. പക്ഷേ അതൊക്കെ കാണുമ്പോൾ ചില ആളുകൾക്ക് തോന്നുന്നൊരു തെറ്റിദ്ധാരണ ഉണ്ട്. നമ്മൾ എന്താ പറയുക നമുക്ക് ഒരു വിലയില്ല പണം കൊണ്ട്, അതുകൊണ്ടാണ് എന്നുള്ള തെറ്റിദ്ധാരണയൊക്കെ ഉണ്ട്. പക്ഷേ നിങ്ങളൊന്ന് മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ എൻ്റെ തൊട്ട് മുമ്പത്തെ വീഡിയോസ് ഒന്ന് പോയി കേൾക്കുക. ഞാൻ എങ്ങനെയാണോ ഈ ഒരു ബിസിനസ്സിലോട്ട് എത്തിയിട്ടുള്ളത് എന്നുള്ള ചില കാര്യങ്ങൾ ഞാൻ അതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഏതൊരു വ്യക്തിയും ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത് കയ്യിൽ പണം നിറച്ചുകൊണ്ടല്ല. നമ്മൾ ചെറിയ രീതിയിൽ എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റിലൂടെയാണ് നമ്മൾ ആ പണം സമ്പാദിക്കുന്നത്. അത് സമ്പാദിച്ചിട്ട് ആ ഒരു പണത്തിൽ നിന്ന് ആണ് നമ്മൾ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയുന്നത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. പിന്നീട് അതിൽ നിന്ന് ഞാൻ എത്രത്തോളം കഷ്ടപ്പെടേണ്ട അതിനുള്ള റിസൾട്ടാണ് എനിക്ക് കിട്ടുന്നത്. നമ്മൾ കഷ്ടപ്പെടാതെ നമ്മൾ വീട്ടിലിരുന്ന് കൊണ്ട് ക്യാഷ് കിട്ടുമെന്ന് വിചാരിച്ചാൽ ഒരിക്കലും നടക്കില്ല. അത് നിങ്ങൾ സ്വപ്നത്തിൽ പോലും വിചാരിക്കേണ്ട. അങ്ങനത്തെ ആളുകൾ ഒരിക്കലും ബിസിനസ്സിലോട്ട് ഇറങ്ങും വേണ്ട. ഓക്കെ, കാരണം ഞാനിപ്പോൾ ഈ ഒരു സംഭവം സെയിൽ ചെയ്യാമെന്ന് വിചാരിക്കാം. ഇപ്പോൾ ഏകദേശം ഒരു 10-200 രൂപയുടെ സാധനമാണ് ഞാൻ സെയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് ഞാൻ വരവിലിട്ട് മാറ്റി വെച്ച് 100 രൂപ വരവിലോട്ട് അല്ലെങ്കിൽ ചിലവിലോട്ട് ഞാൻ മാറ്റി വെച്ച് നിൽക്കാം. ബാക്കി ഞാൻ അവിടെ ഡെപ്പോസിറ്റ് ചെയ്യുന്നത് എന്തിനാ? എനിക്ക് ഇതിൻ്റേതായിട്ടുള്ള ബാക്കി സാധനങ്ങൾ ഇറക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെയാണ് ബിസിനസ് ചെയ്യുക. അല്ലാതെ നമുക്ക് കിട്ടുന്ന ലാഭം മുഴുവൻ നമ്മൾ ചിലവഴിച്ചിട്ട് എന്താ പറയുക പിന്നീട് നമുക്ക് ബിസിനസ്സിലോട്ട് വേറെ പണം സമ്പാദിക്കേണ്ട ഒരു ബുദ്ധിമുട്ടിലോട്ട് വരും. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുണ്ടെന്ന് വിചാരിക്കണം. നമ്മൾ ഇപ്പോൾ ഏകദേശം എൻ്റെ കയ്യിൽ 500 രൂപ ഉണ്ട് നിൽക്കുക. ഈ ഒരു 500 രൂപയിൽ 200 രൂപ ഞാൻ എൻ്റെ ആവശ്യങ്ങൾക്ക് മാറ്റി വെക്കും. ബാക്കി 300 രൂപ അല്ലെങ്കിൽ ഇനി 300 രൂപ എൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാറ്റി വെക്കും. ബാക്കി 200 രൂപ എൻ്റെ അടുത്ത എന്താ പറയുക സ്റ്റോക്ക് ഇറക്കാനുള്ള ഇതിലോട്ട് മാറ്റി വെക്കും. അങ്ങനെ തന്നെയാണ് ബിസിനസ് ചെയ്യുന്നത്. അല്ലാതെ നമ്മൾ എന്താ പറയുക ബാങ്ക് പോയിട്ട് നേരിട്ട് ക്യാഷ് എടുത്ത് കൊടുത്തിട്ട് അതുകൊണ്ടല്ല നിങ്ങളിലേക്ക് നമ്മൾ മെറ്റീരിയൽസ് എത്തിക്കുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും റോളിങ്സിലൂടെയാണ് നമ്മൾ ബിസിനസ് മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. പിന്നെ ചില ആളുകൾക്ക് തോന്നും ഈ ബിസിനസ് എന്ന് പറയുമ്പോൾ വലിയ എന്തോ സംഭവമാണെന്നുള്ളത്. പക്ഷെ നിങ്ങൾ മനസ്സിലാകേണ്ട കാര്യം ബിസിനസ് എന്ന് പറയുമ്പോൾ വീട്ടിലിരുന്ന് ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഒരു സോപ്പ് മേക്കിംഗ് ആയാലും അത് സെയിൽ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു ബിസിനസ്സാണ്. അതുപോലെ ഹെയർ ബാൻഡ് നിങ്ങൾ ഉണ്ടാക്കിയിട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ അതൊരു ബിസിനസ്സാണ്. സംരംഭം മലയാളത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ സംരംഭം എന്ന് പറയും, ഇംഗ്ലീഷ് പറയുകയാണെന്നുണ്ടെങ്കിൽ ബിസിനസ് എന്ന് പറയും. പക്ഷെ അത് രണ്ടും തമ്മിൽ ഒരേ സെയിം സംഭവം തന്നെയാണ്. ഓക്കെ, അപ്പോൾ വലിയ ഒരു സംരംഭമായിട്ട് മാത്രമേ നമുക്കതിനൊരു സംരംഭമെന്നോ അല്ലെങ്കിൽ ഒരു ബിസിനസ്സെന്നോ പറയാൻ പറ്റുമെന്നുള്ള തെറ്റിദ്ധാരണകളൊക്കെ നിങ്ങൾ മാറ്റിയെടുക്കുക. കാരണം ചെറിയ രീതിയിൽ നടക്കുന്നത് ഡെയിലി 500 രൂപക്ക് നടക്കുന്ന സെയിലിംഗ് ഒരു ബിസിനസ് തന്നെയാണ്. അത് നിങ്ങൾ മനസ്സിലാക്കുക. ഇനിയിപ്പോൾ 100 രൂപക്ക് നടക്കുകയാണെന്നുണ്ടെങ്കിലും അതൊരു ബിസിനസ്സാണ്. ഓക്കെ, അല്ലാതെ വലിയ എന്താ പറയുക പ്രൈവറ്റ് കമ്പനി ഉണ്ടെങ്കിൽ അതുപോലെ ഗവൺമെൻറ് കമ്പനി ഉണ്ടെങ്കിൽ മാത്രമേ ബിസിനസ് ആവുള്ളൂ എന്നുള്ള തെറ്റിദ്ധാരണ
തെറ്റിദ്ധാരണ ഒന്നും വേണ്ട. കാരണം ഞാനും ചെയ്യുന്നത് നിങ്ങളെപ്പോലെ വീട്ടിലിരുന്ന് കൊണ്ട് തന്നെയാണ്. വീട്ടിലിരുന്ന് എൻ്റെ 3 മക്കളെയും നോക്കിയിട്ട് എൻ്റെ ഭർത്താവിനെയും എൻ്റെ അവരെ ഉമ്മാനെയും എല്ലാവരെയും മാനേജ് ചെയ്തുകൊണ്ടാണ് ഞാനും ഈ ഒരു ബിസിനസ് ചെയ്യുന്നത്. അതും കൂടി നിങ്ങൾ മനസ്സിലാക്കിയെടുക്കുക കേട്ടോ. കാരണം നമ്മൾ ഇതിനു വേണ്ടി മാത്രമല്ല ടൈം മാറ്റിക്കണത്. ഒരു 12 മിനിറ്റോ ഒരു 10 മിനിറ്റോ ആണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ബാക്കിയുള്ള ടൈം മുഴുവൻ നമ്മളെ ലൈഫ് മാനേജ് ചെയ്ത് പോണ ഒരു വ്യക്തിയാണ് ഞാൻ. നിങ്ങളെപ്പോലെ തന്നെ നിങ്ങളെങ്ങനെയാണോ ചെയ്യുന്നത് അതേ സെയിം മെത്തേഡ് തന്നെ. അല്ലാതെ എനിക്കായിട്ട് പ്രത്യേകത കാര്യങ്ങളൊന്നുമില്ല. ഇങ്ങനൊരു ബിസിനസ് ചെയ്യേണ്ടതെന്ന് വിചാരിച്ചിട്ട് ഞാൻ വലിയ ബിസിനസ്സുകാരിയാണെന്നുള്ള ഒരു ജാടയിലോ അങ്ങനത്തെ ഒരു കാഴ്ചപ്പാടിൽ നടക്കുന്ന വ്യക്തിയല്ല. പക്ഷെ നിങ്ങൾക്ക് എന്നെ അങ്ങനൊരു തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ നിങ്ങളത് മാറ്റിയെടുക്കുക എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് കേട്ടോ. ഓക്കെ, അപ്പം നമ്മളുടെ വർക്ക് നിങ്ങളിപ്പോൾ കണ്ടല്ലോ. ആ കാര്യങ്ങൾ ഞാൻ പറയണമെന്ന് വിചാരിച്ചാണ്. അപ്പോൾ അത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ പിന്നെ ഗിവ് അവേ കൊടുക്കുക എന്ന് പറയുമ്പോൾ ചില ആളുകൾക്ക് തോന്നുന്നുണ്ടാവും അങ്ങനത്തെ ഓരോ കാര്യങ്ങളൊക്കെ. പക്ഷേ നമ്മൾ ഗിവ് അവേ കൊടുക്കുന്നത് എന്താ, നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നവർക്ക് നമ്മൾ എന്തെങ്കിലുമൊക്കെ കൊടുക്കണ്ടേ, നമ്മളെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾക്ക്. അല്ലാതെ നമ്മൾ വലത് കൈ കൊണ്ട് വാങ്ങി വെച്ച് ഇടത് കൈ കൊണ്ട് നമ്മൾ മാത്രം അത് ഉപകരിച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അതിന്ന് ഒരു വീതം മറ്റുള്ളവരിലേക്ക് കൊടുക്കുക എന്നുള്ളത് മാത്രമേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. അതൊരു കൊടുക്കലായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം ചെറിയ തോതിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഞാൻ വീഡിയോസിൽ കാണിക്കുന്നത് അതേ സെയിം മെത്തേഡിൽ തന്നെ നിങ്ങൾ ഓരോ ഭാഗങ്ങളൊക്കെ ക്ലിയർ ചെയ്തിട്ട് ചെയ്യാം കേട്ടോ. ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും അല്ലേ നമ്മൾ എന്താണ് ചെയ്യുന്നതെന്നുള്ളത്. അപ്പോൾ നമ്മളൊരു മാലയാണ് ഇവിടെ ചെയ്തെടുത്തിട്ടുള്ളത്. ഇത് നിങ്ങൾക്ക് ചോക്കറായിട്ടും യൂസ് ചെയ്യാം, അല്ലാതെ യൂസ് ചെയ്യാം കേട്ടോ. ഇപ്പോൾ ഓണൊക്കെയല്ല വരുന്നത്. അപ്പോൾ ഡ്രസ്സിനോട് കൂടിയിട്ട് പെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഐറ്റം കൂടിയാണ് കേട്ടോ ഇത് ചോക്കറായിട്ടും നിങ്ങൾക്ക് യൂസ് ചെയ്യാം, മാലയായിട്ട് ജസ്റ്റ് മാല ആയിട്ടും യൂസ് ചെയ്യാൻ കഴിയും. ഓക്കെ, അപ്പം ഞാൻ ചെയ്ത അതേ സെയിം മെത്തേഡോട് കൂടിയിട്ടൊക്കെ ചെയ്യാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ നല്ല രീതിക്ക് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും ബീഡ്സ് അതുപോലെ ബണ്ണിൻ്റെ മെറ്റീരിയൽസ് എല്ലാം നമ്മളെ കയ്യിൽ അവൈലബിൾ ആണ്. ഇതെല്ലാം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും സ്ക്രീൻ കാണുന്ന നമ്പറിൽ എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ പുതുതായിട്ടാണ് ഈ ഒരു സംരംഭം തുടങ്ങുന്നതെങ്കിൽ, ബിസിനസ് എന്ന് പറയാൻ എനിക്ക് ഇത്തിരി പാടുണ്ട് കേട്ടോ. കാരണം പുതുതായിട്ടാണ് ഇങ്ങനെ ഒരു വർക്ക് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്നെ കോൺടാക്റ്റ് ചെയ്യാമെന്നുള്ളതാണ്. നിങ്ങൾക്ക് അതിൻ്റേതായിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസ് കാര്യങ്ങളും ഞാൻ പറഞ്ഞു തരാം. ഫിനാൻഷ്യലായിട്ടല്ല, അല്ലാതെ നിങ്ങൾക്ക് വേണ്ട എല്ലാ സഹകരണങ്ങളും ഞാൻ ചെയ്തു തരാം ഇൻഷാ അല്ലാഹ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ ലാസ്റ്റ് എൻഡിലോട്ട് വരുമ്പോൾ നമ്മൾ അതിൽ എന്താ പറയുക, അതിൻ്റെ കുളത്ത് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഫിഷ് കുളത്താണ് എടുത്തിട്ടുള്ളത്, അത് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതെങ്ങനെയാണെന്നുള്ളതൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് കണ്ടല്ലോ. ഓക്കെ, അപ്പോൾ നിങ്ങൾ പരമാവധി നമ്മളുടെ വീഡിയോസ് നിങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് കേട്ടോ. കാരണം ഒരുപാട് ആളുകൾക്ക് ഇത് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ പരമാവധി വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ അടുത്ത ഭാഗത്ത് നമ്മൾ ചെയ്യുന്നത് നമ്മളുടെ ജംറിങ് യൂസ് ചെയ്തിട്ട് അതിലോട്ട് നമ്മൾ എന്താ പറയുക ചെയിൻ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. നമുക്ക് അഡ്ജസ്റ്റബിളായിട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള ചെയിൻ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അതിങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ കറക്റ്റായിട്ട് കാണാം. ഓക്കെ, പിന്നെ നമുക്ക് എന്താ പറയുക, നമ്മളുടെ സ്റ്റോറി ഫുള്ളായിട്ട് നമ്മൾ പറഞ്ഞില്ല, ഓരോ ഭാഗങ്ങളായിട്ട് നമ്മൾ പറയാം കേട്ടോ. വീഡിയോ ഇല്ലാത്ത ദിവസങ്ങൾ നമ്മൾ സ്റ്റോറി ആയിട്ട് വരുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. കാരണം ഒരുപാട് ആളുകൾ നമ്മളുടെ വീഡിയോസ് ഫസ്റ്റ് ടൈമായിട്ട് കാണുന്ന ആളുകളുണ്ട്. അവർക്ക് നമ്മൾ എന്താ ചെയ്യുന്നതെന്നുള്ളതും എന്ത് വർക്കാണെന്നുള്ളതും ഒന്നും അറിയാത്ത ആളുകളുണ്ട്. അപ്പോൾ അവരൊക്കെ തൊട്ട് മുമ്പത്തെ വീഡിയോസൊക്കെ ഒന്ന് പോയി കണ്ടു നോക്കാം കേട്ടോ. ഓക്കെ, ഓരോ വർക്കിനും അതിൻ്റേതായിട്ടുള്ള എഫേർട്ടോട് കൂടി നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 100% നമുക്കതിൽ നിന്ന് റിസൾട്ട് കിട്ടും എന്നുള്ളത് ഉറപ്പാണ്. ഇതുപോലത്തെ വർക്കിൽ 100% നിങ്ങൾ എന്താ പറയുക ജോയിൻ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും റിസൾട്ട് കിട്ടും എന്നുള്ള കാര്യം ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരികയാണ് കേട്ടോ. ഒത്തിരി കഷ്ടപ്പെടാൻ നിങ്ങൾ തയ്യാറാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന് ഒരു നല്ല രീതിക്ക് തന്നെ ഒരു ഫലം നിങ്ങൾക്കുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഗിവ് അവേൻ്റെ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല, തൊട്ട് മുമ്പത്തെ വീഡിയോസൊക്കെ ഒന്ന് പോയി നോക്കുക. ഗിവ് അവേൻ്റെ 2ാമത്തെ വീഡിയോ ആണ് ഇന്ന് അല്ലേ. അപ്പോൾ ഇതിൽ കാര്യങ്ങൾ നിങ്ങൾ പരമാവധി എല്ലാവരും ലൈക്ക് ചെയ്യുക, അതുപോലെ കമൻറ്റ് ചെയ്യുക. എത്രത്തോളം കമൻറ്റ് ചെയ്യുന്നുണ്ട്, ഓരോ വീഡിയോസിന് എത്രത്തോളം കമൻറ്റ് ചെയ്യുന്നുണ്ട് അതിനനുസരിച്ചായിരിക്കും വിന്നറെ സെലക്ട് ചെയ്യണം കേട്ടോ. കാരണം നിങ്ങൾ മറ്റുള്ളവരിലേക്കും കൂടി ഷെയർ ചെയ്യുക. എല്ലാ കാര്യങ്ങളും നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും എത്ര ആൾക്ക് നമ്മളുടെ വീഡിയോസ് ഷെയറായി പോയിട്ടുണ്ടെന്നുള്ളതൊക്കെ. അപ്പോൾ നിങ്ങൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ വർക്കിൻ്റെ ഒരു ഫൈനൽ ലുക്കാണത്. എത്രത്തോളം ഭംഗിയുണ്ട് എന്നുള്ളത് നിങ്ങൾ കണ്ട് മനസ്സിലാക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, അപ്പോൾ ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ.